ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 2-ാം വാക്യം. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഈശോ സന്തോഷത്തോടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ ഒത്തിരി സ്ഥലമുണ്ട്. എന്തിനാണ് എൻ്റെ ഈശോ എന്നെ ഇത് ഓർമ്മിപ്പിക്കുന്നത്? നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പിതാവിന്റെ ഒപ്പമായിരിക്കുക എന്നുള്ളതാണ്. അവന്റെ കൂടെ താമസിക്കണം, എൻ്റെ ദൈവത്തിന്റെ കൂടെ താമസിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ഒരു ഓർമ്മപ്പെടുത്തല ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമുക്ക് നൽകുന്നത്. നമുക്കറിയാം, നമ്മുടെ മാമോദീസായിലൂടെ എന്ത് സ്ഥാനമാണ് നമുക്ക് ലഭിക്കുന്നത്? ദൈവപുത്ര സ്ഥാനമാണ്. ദൈവത്തിന്റെ മകനായിട്ട് മകളായിട്ട് ജനിക്കുന്ന കൂദാശയാണ് മാമോദീസ എന്ന് പറയുന്നത്. അവന്റെ മകനും മകളുമാകുമ്പോൾ എനിക്ക് അവകാശമുണ്ട്, അവന്റെ ഭവനത്തില് എനിക്കൊരു സ്ഥാനമുണ്ട്, അവന്റെ മകനും മകളുമാണ് നമ്മൾ. പക്ഷേ ഈ സ്ഥാനം ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്ങനെയാണ് ഇതെനിക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുന്നത്? കൃത്യമായിട്ട് വചനത്തിൽ പറയുന്നുണ്ട്, ഈശോയിലൂടെ മാത്രമേ പിതാവിന്റെ ഈശോയാണ് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ സന്നിധിയിലേക്ക് വരാനായിട്ട് സാധിക്കത്തില്ല. എനിക്ക് പിതാവിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് അവന്റെ ഒപ്പം ഇരിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ യഥാർത്ഥ വഴിയായ ഈശോയിലൂടെ കടന്നു പോകണം. എന്താണ് ഈശോ നമുക്ക് കാണിച്ചു തന്നത്? ഈ ഭൂമിയിൽ എപ്രകാരം ജീവിക്കണം, എപ്രകാരം മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് കടന്നു പോകണം, ഈശോ കാണിച്ചു തന്ന വഴിയിലൂടെ നടന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തില് ദൈവപുത്ര സ്ഥാനം വീണ്ടെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ, പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷെ പലപ്പോഴും നമുക്ക് ഇന്ന് അത് സാധിക്കുന്നില്ല. ദൈവപുത്ര സ്ഥാനമുണ്ട്, പക്ഷെ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനായിട്ട് ഈ ഭൂമിയിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ സുഖങ്ങളുടെ സന്തോഷങ്ങൾ പിന്നാലെ പോകുമ്പോൾ പിതാവിന്റെ സന്നിധിയിലുള്ള എൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോവുകയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് എനിക്ക് ദൈവപുത്ര സ്ഥാനമുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട്, പിതാവിന്റെ സന്നിധിയിലാണ് ഞാൻ എത്തിച്ചേരേണ്ടത് എന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മുടെ ജീവിതത്തിലെ പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുവാനായിട്ട് ഈശോ കാണിച്ചു തന്ന വഴിയിലൂടെ ഈശോയുടെ പിന്നാലെ അവന്റെ കരം പിടിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ച് വിശുദ്ധിയോടുകൂടി ജീവിച്ച് സ്വർഗരാജ്യം നേടിയെടുത്ത് ദൈവത്തിന്റെ ഒപ്പമായിരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.